നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഈ കെ ആന്റണിക്ക് ഇപ്പോഴും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ പോയിരിക്കാൻ? പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ ആന്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പത്തനംതിട്ട DCC ഇക്കഴിഞ്ഞ ദിവസം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു, കെ ആന്റണി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തണമെന്ന്. എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ കെ ആന്റണി തയ്യാറായിട്ടില്ല. ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ച ഏറ്റവും മുഖ്യ ആവശ്യം അതുതന്നെ. കോൺഗ്രസ് നേതാവ് കെ ആന്റണി മണ്ഡലത്തിലെത്തി പ്രചരണം നടത്തണം ആന്റണിക്ക് വേണ്ടി. ആന്റോയുടെ എതിർ സ്ഥാനാർത്ഥി അനിൽ ആന്റണി കെ ആന്റണിയുടെ മകനാണ്. KPCC നേതൃത്വത്തോട് DCC ഔദ്യോഗികമായി ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ UDF-നായി പ്രചരണത്തിന് കെ ആന്റണി എത്തുമോ എന്ന് പ്രവർത്തകരും പരസ്പരം ചോദിക്കുന്നു. കെ ആന്റണി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തണം എന്ന ആഗ്രഹം കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ ശക്തമാണ്. മോദി വന്ന പത്തനംതിട്ടയിൽ മറ്റാരും വന്ന് പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. 84 വയസ്സുള്ള പിതാവ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് 2 വർഷം മുൻപ് വിരമിച്ചു. രാഹുൽ ഗാന്ധിയടക്കം സജീവമായി നിൽക്കുന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പത്തനംതിട്ടയിൽ വന്നിട്ട് ഒരു കാര്യവുമില്ല. മോദി വന്നുണ്ടാക്കിയ 1 മിനിറ്റ് ഇമ്പാക്ട് പോലും ഒരു നേതാവിന് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അനിൽ ആന്റണി വെല്ലുവിളിക്കുന്നു. മകനെന്ന നിലയിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം തനിക്കുണ്ട് എന്ന് അനിൽ ആന്റണി അവകാശപ്പെടുന്നു. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് 2 അഭിപ്രായങ്ങളാണുള്ളത്. വ്യക്തിപരമായി ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കാറില്ല എന്ന് അനിൽ ആന്റണി പറയുമ്പോൾ എങ്ങനെ കേരളം വിശ്വസിക്കും? ഒരു വശത്ത് കെ ആന്റണി എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിൻ്റെ മകൻ അനിൽ ആന്റണി, മറുവശത്ത് കേരളം ഏറെ നെഞ്ചേറ്റിയ ഉമ്മൻചാണ്ടിയുടെ കുടുംബം. ചാണ്ടി ഉമ്മനും മറിയം ഉമ്മനുമൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏറെ സജീവമാണ്. കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഭാഗ്യം തേടിപ്പോയപ്പോൾ മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഇത് കോൺഗ്രസിനു വേണ്ടി സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ദുബായിൽ നിന്നും നാട്ടിലെത്തി ഇപ്പോൾ സജീവമായി പ്രചരണത്തിൽ പങ്കെടുക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഇളയ മകൾ അച്ചു ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ അരുമശിഷ്യൻ ഷാഫി പറമ്പിൽ പ്രകടന പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ ഒപ്പമെത്തിയത് അച്ചു ഉമ്മൻ. ഇപ്പോഴിതാ ആന്റണിക്ക് വേണ്ടി അതിശക്തമായ പ്രചരണ പരിപാടികളിൽ അച്ചു ഉമ്മൻ പങ്കെടുക്കുന്നു. പത്തനംതിട്ട വല്ലപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ CPM-നെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അച്ചു ഉമ്മൻ സംസാരിച്ചത്. പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ CPM-നെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് അച്ചു ഉമ്മൻ തൊടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്ന ഭയമുള്ളതുകൊണ്ടാണ് CPM ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് നിങ്ങൾ ബോംബുണ്ടാക്കുന്നത് എന്ന അച്ചുവിന്റെ ചോദ്യം. 51 വെട്ടുവെട്ടിയ TP ചന്ദ്രശേഖരന്റെ മുഖം ഓർമ്മയിൽ വരുന്നുവെന്നാണ് അച്ചു പ്രസംഗിച്ചത്. നിങ്ങൾ ആൾക്കൂട്ട വിചാരണ ചെയ്ത ഷുക്കൂറിന്റെയും കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഒക്കെ മുഖങ്ങൾ വോട്ടർമാരുടെ മനസ്സിലുണ്ട് എന്ന് അച്ചു ഉമ്മൻ ഓർമ്മിപ്പിക്കുന്നു. കുട്ടി സഖാക്കന്മാരെ അഴിച്ചുവിട്ടാൽ നാടിന്റെ ഭാവി എന്തായിരിക്കും എന്ന ചോദ്യവും അച്ചു ഉമ്മൻ എറിഞ്ഞു. ഇലക്ടറൽ ബോണ്ടിലടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്ന് അച്ചു ഉമ്മൻ പറയുന്നു. NDA-യും കടന്നാക്രമിച്ചുകൊണ്ടാണ് അച്ചു ഉമ്മന്റെ പ്രസംഗങ്ങൾ. ഉമ്മൻചാണ്ടിയുടെ കുടുംബം കോൺഗ്രസിനോട് നീതി പുലർത്തുമ്പോൾ തൊട്ടപ്പുറത്ത് കെ ആന്റണിയുടെ മകൻ NDA-യിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നു. എന്നാൽ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിലല്ല കെ ആന്റണിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മുഖ്യമായ സംശയമുയർത്തുന്നത്. അധികാരസ്ഥാനങ്ങളിൽ ആവോളം ആസ്വദിച്ച് ജീവിച്ച കെ ആന്റണി ഒടുവിൽ പാർട്ടിയെ കൈയൊഴിയുന്ന കാഴ്ച. ആന്റണിക്ക് രാപ്പാർക്കാൻ ഈ പാർട്ടിയുടെ സൗകര്യങ്ങൾ വേണം. കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്രമന്ത്രിയായും പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുകയും ചെയ്ത കെ ആന്റണി ഇപ്പോൾ നെറുകേട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് കാട്ടുന്നത് എന്ന് വ്യക്തം. 84 വയസ്സായി വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞൊഴിയുന്ന ആന്റണി മകൻ അനിൽ ആന്റണിക്ക് രഹസ്യ പിന്തുണ നൽകുന്നുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അധികാരദൊരയും ആർത്തിയും മൂത്ത കെ ആന്റണിയുടെ മകനു വേണ്ടി രഹസ്യമായി ആന്റണി കരുക്കൾ നീക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. NDA മുന്നണിക്ക് ഏറെ വേരോട്ടമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. മുമ്പ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം പെട്ടിയിൽ വീഴ്ത്തിയത് 2,90,000 വോട്ടുകൾ. ഇപ്പോഴും വിജയസാധ്യതയേറെയുണ്ട് അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥിക്ക്. കൃത്യമായി പത്തനംതിട്ട എന്ന പാർലമെന്റ് മണ്ഡലം അനിൽ ആന്റണിക്ക് നേടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും രഹസ്യ ഇടപെടലുകൾ കെ ആന്റണി നടത്തിയിരുന്നോ?
അക്കാര്യത്തിൽ പോലും ചില സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ AK ആന്റണിയുടെ നീക്കങ്ങൾ. പത്തനംതിട്ട സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി പരസ്യമായൊരു പ്രസ്താവന പോലും ഇതുവരെ AK ആന്റണി പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസിന്റെ അമരത്തിരുന്ന് ആ പാർട്ടിയെ തുരന്നു തിന്നുന്ന ഇത്തരം നേതാക്കൾ തന്നെയാണ് എന്നും കോൺഗ്രസിന്റെ ശാപം. ഒരു വശത്ത് അധികാര ദുരമൂത്ത വൃത്ത നേതൃത്വം, മറുവശത്ത് രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള കിങ്ങിണിക്കൂട്ടങ്ങൾ. ഇവരൊക്കെ ചേർന്ന് ഇന്ത്യയിലെ ഒരു മഹാപ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആന്റോ ആന്റണി എക്കാലവും ഒരു ഭാഗ്യവാൻ എന്നറിയപ്പെടുന്നു. ഇക്കുറി ആന്റോ ആന്റണിക്ക് എതിരാളിയായി ഇടതുപക്ഷം നിർത്തിയത് തോമസ് ഐസക്കിനെയാണ്. ഇടതുപക്ഷ ക്യാമ്പിൽ പടലപ്പിണക്കങ്ങൾ പതിവ്. എന്തിനേറെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും പാർട്ടി നേതാക്കൾ തമ്മിലിടിച്ചത് കേരളം കണ്ടു. തോമസ് ഐസക്കിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിരവധി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കത്തുന്നു. അതിശക്തമായ ത്രികോണ മത്സരം എന്ന് തോന്നിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ മുഖ്യ മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും നേർക്കുനേറാണ്. അതുകൊണ്ട് തന്നെ AK ആന്റണി ആത്മാർത്ഥതയോടെ ഈ പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങണം എന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് ന്യായം തന്നെ. അതല്ലാതെ അധികാരദുരയിൽ എല്ലാം കൈക്കലാക്കി ആർത്തിപൂത്ത് ആസ്വദിച്ച് പാർട്ടിയെ വലിച്ചെറിയുന്ന ഇത്തരം നേതാക്കളുടെ സ്ഥിരം ശൈലിയിലേക്ക് AK ആന്റണിയും അധംപതിക്കരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.